കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന എൻഡോക്രിനോളജിസ്റ്റുകളിൽ ഒരാളായ ഡോക്ടർ വിഷ്ണു വാസുദേവ് അവരവരുടെ പ്രൊഫൈലിൽ ഇന്നൊരു പോസ്റ്റ് ഇട്ടു. രോഗികൾ എന്തുകൊണ്ട് നോമ്പെടുക്കുന്നു എന്നുള്ളത്. പലപ്പോഴും നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. രോഗികൾക്ക് നോമ്പെടുക്കേണ്ട ഒരാവശ്യമില്ലെങ്കിലും ഒരുപാട് പേര് നോമ്പെടുക്കാറുണ്ട്. ഒരുപക്ഷെ ദൈവികമായിട്ടുള്ള വിധിവിലക്കുകൾക്ക് വിരുദ്ധമായിട്ട് പലരും നോമ്പെടുക്കാറുണ്ട്. ഗർഭിണികളോടൊക്കെ നോമ്പെടുക്കരുതെന്ന് പറഞ്ഞാലും അങ്ങനെ നിയമങ്ങളുണ്ടായിട്ടും എടുക്കാറുണ്ട്. പിന്നെ ഇങ്ങനെ നോറ്റ് വീടുക മറ്റു ദിവസം നോറ്റ് വീടുക എന്നൊക്കെ. നോറ്റ് വീടേണ്ടതിനും പരിഹാരം ഉണ്ടായിട്ടും നോമ്പെടുക്കാറുണ്ട്. ക്രോണിക് രോഗികൾക്ക് പലപ്പോഴും നോമ്പെടുക്കാൻ പാടില്ല എന്ന് വ്യക്തമാക്കിയിട്ടും സ്വന്തം ശരീരത്തോട് ക്രൂരത കാണിച്ചിട്ട് അവസാനം നോമ്പിനെ സ്വന്തം ആരോഗ്യം നഷ്ടപ്പെടുത്താനുള്ള മാർഗമാക്കി മാറ്റാറുണ്ട്. ഒരുതരം വസ്വാസ് സാങ്കല്പികമായ ഒരു ദൈവത്തിന് വേണ്ടിയിട്ട് എന്തോ കുലുക്കുമുണ്ടാവുന്നൊരു പ്രശ്നം. ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരോടൊപ്പം കൂടെയുള്ള ഒരു അനുഭവമായിട്ട്, അവരോടൊപ്പമുള്ള ജീവനേക്കാളും അടുത്തിരിക്കുന്ന ഒരു സംഭവമായിട്ട് ദൈവം എന്നൊന്ന് അവിടെ ഉണ്ടാവുമ്പം ഇതുപോലൊരു വസ്വാസ് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കണ്ട ഭൂരിഭാഗം വിശ്വാസികളും അവർക്ക് ദൈവത്തിലൊന്നും വിശ്വാസമല്ല. അവരേതോ സാങ്കല്പികമായ ദൈവത്തെ കാത്തു സൂക്ഷിച്ച് അതിനുവേണ്ടി ഭീതിയോടെ ഭയത്തോടെ അങ്ങനെ ജീവിക്കുന്ന മനുഷ്യന്മാരാണ് കൂടുതലും കാണാറുള്ളത്. ദൈവത്തിൻ്റെ പേരിൽ തർക്കിക്കുന്നവർ, അങ്ങോട്ടും കുറ്റം പറയുന്നവർ, ഇങ്ങോട്ടും പഴിചാരുന്നവർ, ഇതിലൊന്നും ഒരു ദൈവവിശ്വാസത്തിൻ്റെ ഒരു കണിക പോലും കാണാൻ പറ്റില്ല. എന്നാൽ അവർ 24 മണിക്കൂറും പറയും ഞങ്ങൾ ദൈവവിശ്വാസികളാണ്. ഇതുപോലത്തെ ഒരു വസ്വാസ് രോഗമാണ് പലപ്പോഴും രോഗികളെ നോമ്പെടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. അല്ലാണ്ട് മതപരമായിട്ട് നോമ്പെടുക്കൽ അവർക്ക് നിർബന്ധമില്ല. കാരണം എന്ത് നമുക്ക് പഠിക്കുകയാണല്ലോ ആവശ്യം. പഠിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചപ്പം എനിക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാണ്. രോഗങ്ങൾ തന്നെ 2 തരം ഉണ്ടാവും. ഒന്ന് അക്യൂട്ട് പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങളും, പിന്നെ ഒന്ന് ദീർഘകാല അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന രോഗങ്ങളും ഉണ്ടാവും. ദീർഘകാല അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന രോഗങ്ങൾക്ക്, ചില രോഗങ്ങൾക്ക് എന്താവും, നോമ്പ് തീരെ ജീവിതകാലം മുഴുവനും എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. എന്നാൽ ചില നോമ്പുകൾ, ഇപ്പോൾ ഒരു ചെറിയൊരു വൈറൽ ഫീവർ വന്നു, അവർക്ക് നിർജ്ജലീകരണം വരാൻ സാധ്യതയുണ്ട്, നല്ല ഹോട്ട് ക്ലൈമറ്റാണ്, അവർക്ക് ആ സമയത്ത് നോമ്പെടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അതാണ് അക്യൂട്ട് ഡിസീസുകൾ. ഇത് 2 തരം വിധികളാണ് നമ്മൾ കാണേണ്ടത്. ഒന്ന്, പിന്നെ യാത്രയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. ഈ യാത്രക്കാർ കുറേ യാത്രയൊക്കെ ചെയ്യുമ്പോഴേക്കും അവർക്ക് ഒരുപാട് നിർജ്ജലീകരണത്തിൻ്റെ പ്രശ്നങ്ങൾ മറ്റൊക്കെ വരാൻ സാധ്യത, അവർക്കും നോമ്പെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളില്ല. ഇത്തരം ആൾക്കാർക്ക് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? സൂറ അൽ ബക്കറ ചാപ്റ്റർ 2 ആണത്. 184 തൊട്ട് 185 വരെ വേഴ്സുകളിൽ പറയുന്നുണ്ട്. God says, but if any of you is ill or on a journey, നിങ്ങൾ ആരെങ്കിലും ഒരാൾ രോഗിയാണ് അല്ലെങ്കിൽ യാത്രയിലാണ്, the same number should be made up from other days. എത്ര ഇപ്പോൾ 5 ദിവസമാണ് നമുക്ക് രോഗമായിട്ടൊരു അസുഖം വന്ന് നമുക്ക് നോമ്പെടുക്കാൻ പറ്റാത്തതെങ്കിൽ മറ്റൊരവസരത്തിൽ അത് നോമ്പ് മോട്ടീവ് ഇടാനാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ യാത്രയിലാണ്, ഇപ്പോൾ 5 ദിവസം ദീർഘമായിട്ട് യാത്രയിലാണ്, അപ്പോൾ നോമ്പെടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പം യാത്രയൊക്കെ കഴിഞ്ഞ് നോമ്പ് മാസമൊക്കെ കഴിഞ്ഞിട്ട് 5 ദിവസം അത് നോട്ടീവ് ഇടുകയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? ചിലർക്കൊരു ധാരണ ഉണ്ട്, ഈ കൺസെഷൻ, ഈ തരുന്ന ഈ അനുവദനീയത ഉപയോഗപ്പെടുത്തുന്നത് മറ്റേതിനേക്കാളും പവിത്രത കുറഞ്ഞു പോകുന്നു. ഇല്ല എന്നുള്ളതാണ്. അതിനൊരു പ്രവാചക വചനമാണ് ഇവിടെ തെളിവായിട്ട് പറയുന്നത്. പ്രൊഫറ്റ് മുഹമ്മദ് പീസ് ബി അപ്പോൺ ഹിം സെറ്റ്, ഇൻഡീഡ് ഗോഡ് ലവ്സ് ദാറ്റ് ഹിസ് കൺസെഷൻസ് be taken as he loves his commands to be fulfilled. നമ്മളെ കൺസെഷൻ ഉപയോഗപ്പെടുത്താനാണ് പറയുന്നത്. രോഗികൾ നോമ്പെടുക്കാതെ അത് ഉപയോഗപ്പെടുത്തുന്നതാണ് കൂടുതൽ ഉചിതം എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അതിനാണ് കൂടുതൽ പ്രതിഫലം കിട്ടുക. അല്ലാണ്ട് രോഗാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വാരി വലിച്ച് അങ്ങോട്ട് സ്വന്തം ശരീരത്തോട് ക്രൂരത കാണിച്ചായിട്ട് നോമ്പെടുക്കേണ്ട കാര്യമില്ല എന്നാണ് ഖുർആനിലൂടെയും പ്രവാചക വചനങ്ങളിലൂടെയും നമ്മളെ പഠിപ്പിക്കുന്നത്. ക്രോണിക് രോഗങ്ങളുള്ളവർ, അത് പറഞ്ഞാൽ അസുഖം ഇനി ജീവിതകാലം മുഴുവനും ഉണ്ടാവും. ഇപ്പോൾ ക്രോണിക് റീനൽ ഫെയിലിയർ, ഡയബറ്റീസ് തന്നെ പലപ്പോഴും ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ളവർക്കൊന്നും ഒരിക്കലും എന്താക്കുള്ള ഈ അസുഖം മാറാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? അവർക്കാണെങ്കിൽ പെട്ടെന്ന് ഷുഗറൊക്കെ കുറഞ്ഞു പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. എല്ലാ പ്രമേഹ രോഗികളും നോമ്പെടുക്കേണ്ടെന്നല്ല പറയുന്നത് കേട്ടോ. ഈ ഹൈപ്പോഗ്ലൈസീമിയ, ഷുഗർ കുറഞ്ഞു പോകുന്ന അവസ്ഥ പല തവണകളിലായിട്ട് വരുന്ന ആൾക്കാർക്കൊന്നും ജീവിതകാലം മുഴുവൻ നോമ്പെടുക്കാൻ പറ്റില്ല. മൂത്രക്കല്ലുള്ളവർ, അവർക്കൊക്കെ ചിലപ്പം നോമ്പെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താവും, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മൂത്രക്കല്ല് കൂടി, കല്ലിൻ്റെ വേദന കൂടി ആകെ പ്രശ്നമായി വരാറുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്കൊന്നും ചിലപ്പം നോമ്പെടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. കിഡ്നി, ക്രോണിക് റീനൽ ഫെയിലിയർ ഉള്ളവർക്ക് പറ്റൂല. ഇവർക്കും മതപരമായിട്ട് വിധികളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം.
അതിനുള്ളൊരു പരിഹാരം എന്താ പറഞ്ഞത്? അതും സൂറ അൽ ബക്രയിലാണ് പറയുന്നത്, ചാപ്റ്റർ 2 184 വചനം. നോമ്പ് ഇത് എടുക്കാൻ പറ്റാത്തവർക്ക് എന്താ ചെയ്യേണ്ടത്? ഒരു ദരിദ്രനെ പരിപോഷിപ്പിക്കുന്നത് ഒരു പരിഹാരമാണ്. ഒരു ദരിദ്രന് ഭക്ഷണം കൊടുക്കുക. മനസ്സിലായില്ലേ? അത്രയും ഈസി ആയിട്ടുള്ളൊരു വഴിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി ഇതിന് പ്രവാചക വചനമായിട്ട് എന്താ പറയുന്നത്? നോമ്പ് വെക്കൽ കഴിയാത്തവർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്രമാനുമതികൾ അനുവദിച്ചു. ഇസ്ലാം എന്ന് പറയുന്നത് സൗകര്യത്തിൻ്റെ മതമാണ്. ആരെയും അവരുടെ ശേഷിയേക്കാൾ അധികം ബാധിച്ചില്ല. ഇതൊരു സഹീഹ് ബുഖാരിയിലുള്ള ഒരു ഹദീസാണ് കേട്ടോ. നോമ്പെടുക്കാൻ പറ്റാത്തവർക്ക് 30 ദിവസം നോമ്പെടുക്കാൻ പറ്റുന്ന ഫിദിയ കൊടുക്കാമെന്ന് പറയാം. ഒരു പാവപ്പെട്ട ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പണം ആണ് ഫിദിയായിട്ട് കൊടുക്കുക. എന്നിട്ട് അവരെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിൽ 30 ദിവസം നമുക്ക് നോമ്പ് മിസ്സായിട്ടുണ്ടെങ്കിൽ ആ 30 ദിവസം ഫിദിയായിട്ട് കൊടുക്കാമെന്ന് പറയും. ഇനി ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഏതെങ്കിലും മതപണ്ഡിതന്മാരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആരെങ്കിലും എൻ്റെ ലൈവിൽ കിട്ടുന്ന ഒരു സമയത്ത് ഞാൻ അവരുമായിട്ട് ഇത് കൂടുതൽ ചർച്ച ചെയ്യാം കേട്ടോ.